എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയിൽ ഞങ്ങൾ ഇപ്പം മ്യൂസിയത്തിൽ നിൽക്കുകയാണ് ഗൈസ്. ഇനിയും എങ്ങോട്ടോ? അതെ, ഇനിയും എങ്ങോട്ടോ. ഹലോ ഗൈസ്, ഇപ്പം നമ്മളുള്ളത് പുത്തൻമാളിക അഥവാ കുതിരമാളികയിലാണ്. അപ്പോൾ നമ്മൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. 2 ടിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. കുതിരമാളികയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് 70 രൂപയും ചിത്രാലയത്തിലേക്കുള്ള പ്രവേശന ഫീസ് 30 രൂപയാണ്. അപ്പോൾ അകത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടുവന്നാലോ? എന്താ എന്താ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ചെറുതായിട്ടൊന്നും ഒടിഞ്ഞു വീഴാറായിട്ടുള്ളൂ ഗൈസ്, വേറെ വിഷയമൊന്നുമില്ല. വേറെ ഒരു അപകടവും പറ്റില്ല ഗൈസ്, തലയിൽ കൂടെ വീഴത്തേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് തിരുവിതാംകൂറിൻ്റെ രാജപ്രൗഢി വിളിച്ചോതുന്ന കുതിരമാളിക അഥവാ പുത്തൻമാളിക സ്ഥിതി ചെയ്യുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയാണല്ലേ മയിൽപ്പീലിക്കാവ്. ആ സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കുതിരമാളികയിൽ വെച്ചിട്ടാണ്. ആ സിനിമ മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കുതിരമാളികയുടെ പുറം ഭാഗത്ത് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപയാണ് ചാർജ്, അകത്താണെങ്കിൽ 500 രൂപ. നമ്മൾ ഇന്ന് തൽക്കാലം വെളിയിലത്തെ കാഴ്ചകൾ മാത്രമേ പകർത്തുന്നുള്ളൂ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിൽ 1840 കുതിരമാളിക നിർമ്മിക്കുന്നത്. ശുചീന്ദ്രം കൈമുക്ക് പോലെയുള്ള പ്രാകൃതമായ ശിക്ഷാരീതികൾ നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. പുത്തൻമാളിക എന്ന ഔദ്യോഗിക നാമമുള്ള ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം കൊട്ടാരത്തിൻ്റെ ഈ തെക്കേ മേൽക്കൂരയിൽ തടികൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 122 കുതിരകളിൽ നിന്നാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിക്കുന്നത്. പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ കാണുന്ന കൊട്ടാരം. ഏകദേശം 4 വർഷം കൊണ്ട് 5000-ഓളം ആളുകൾ ചേർന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തേക്ക്, ഈട്ടി, റോസ്വുഡ്, മാർബിൾ, ഗ്രാനൈറ്റ്, കരിങ്കല്ല് എന്നിവ കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് തൂണുകൾ താങ്ങി നിർത്തുന്ന മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. കൊട്ടാരത്തിൻ്റെ തറ മുട്ടയുടെ വെള്ള, കരി, ചുണ്ണാമ്പുകല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉച്ച സമയത്ത് പോലും നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.
കർണാടക സംഗീതത്തിന് സ്വന്തം കൃതികളിലൂടെ സംഭാവന നൽകിയ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഈ നവരാത്രി മണ്ഡപത്തിൽ വെച്ച് നവരാത്രി സംഗീതോത്സവം നടത്തപ്പെടുന്നു. ഈ കാണുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ സന്ദർശകർക്കായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം, നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ്, മൃഗശാല, ഇംഗ്ലീഷ് സ്കൂള്, തൈക്കാട് ആശുപത്രി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഞങ്ങൾ ബംഗാക്കോട സാധാ കൃഷി കുടുംബാഹ. ഞങ്ങൾ വീട് കാലി ഒലി പോയി, അതുകൊണ്ട് ഞങ്ങൾ കൊട്ടാരം വാങ്ങി. തിരുവിതാംകൂർ ചരിത്രവും വാസ്തുവിദ്യയും കരകൗശല വസ്തുക്കളും അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ ഒന്നാണ് ഈ കുതിരമാളിക. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ കുതിരമാളികയുടെ ഉള്ളിലുണ്ട്. ആ കാഴ്ചകൾ തേടി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.